സദാശിവൻ ഗുണ്ടകളെയൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ. രാത്രി മാത്രമേ ഉള്ളൂ. എന്താടാ? പ്രസ്തുത കേസ് ഒരു ബ്ലാസ്റ്റ് കേസ് ആയിരിക്കെ പ്രതിയുടെ വാദമുഖങ്ങളിൽ കോടതിക്ക് പരിഗണനയുള്ളതിനാൽ പ്രതി ബ്ലാസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച സിലിണ്ടറുകൾ പാചകത്തിന് ഉപയോഗിച്ചവയാണെന്നുള്ള വാദം കോടതി പരിഗണിക്കും. അതിനാൽ ഈ കോടതി 4 വർഷത്തെ തടവിനും 50,000 രൂപ പിഴയ്ക്കും വിധിക്കുന്നു. ഒന്നുകൂടെ കൊണ്ട് തീർന്നു നീ കരുതണ്ട. നിന്നെ ഞാൻ കുടുംബം കാണിക്കലടാ. ജയിലിലോട്ട് ചെല്ലടാ, തച്ച് തരാൻ നിന്നെ. സഖാവേ, തിയേറ്റർ ഞാൻ പൊട്ടിച്ചത് ഗ്യാസ് ഊറ്റി വെച്ചാ. കൂടെ ഭംഗിക്ക് 2-3 തോട്ടാ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിയതിന്റെ ഒച്ച ഞാൻ കേട്ടിട്ടില്ല. വൃത്തിയാക്കാൻ പോകുമ്പോ സൂക്ഷിച്ചോ, ഇടക്കെങ്ങാനും പൊട്ടിയാ സിന്ദാബാദ് വിളിക്കുമ്പോ കഴിച്ചുണ്ടാവില്ല. സാറാ, പൈസ ചേസ് ചെയ്യാനുള്ള ചെറിയ പരിപാടികൾ നടക്കുന്നുണ്ട്. കേട്ടു. സിഗരറ്റ് ഉണ്ടോ? ലൈറ്റർ ഒരു വാങ്ങിച്ചു വെച്ചു സാർ. ബാങ്കും അതും ഇതും ചില സംശയമുള്ള നോട്ടുകളൊക്കെ വെച്ചിട്ടാണ് അവരുടെ പരിപാടികൾ. പത്മനാഭൻ നായർ കോഴ വാങ്ങിയത് ഡോളറിലാടോ, അമേരിക്കൻ ഡോളറിൽ. ഇവന്മാരേത് ബാങ്കിൽ പോയി സീരിയൽ നമ്പർ അന്വേഷിക്കാന്? നീയോ ഞാനോ പിടികൊടുക്കാതെ മൂന്നാമതൊരാൾ ആ പൈസയിൽ തൊടില്ല. നീ എങ്ങാനും പിടികൊടുത്താൽ സോളമാ അമേരിക്കൻ ഡോളറാ, ഗാന്ധിയുടെ പടമില്ല. ഞാൻ കതറിട്ട കാര്യം അങ്ങ് മറക്കണം. ഇവിടെ ആദ്യമായിട്ടാ? അതെ സാർ. എന്ത് കേസാടാ? ചെറിയൊരു ബ്ലാസ്റ്റ് കേസാണ് സാർ. തീവ്രവാദി ഒന്നും അല്ലല്ലോ അല്ലേ? ജി ബ്ലോക്ക് പോയി കിടന്നോ, ഇവര് കാണിക്കും. നിനക്ക് നടയടി വേണോ അതോ പാട്ട് പാടണോ? പാട്ട് മതി സാർ. എന്നാ പാട്. ഞാനടിച്ചാൽ തങ്കം മറ്റേ 4 മാസം. മതിടാ മതി, നടക്ക്. മണി, നിന്റെ അച്ഛൻ എത്ര വയസ്സിലാടാ മരിച്ചേ? ഒരു 10-70 വയസ്സായെന്നാ തോന്നുന്നത്. പത്മനാഭനും 10-75 വയസ്സായി. അയാളൊന്നും പെട്ടെന്ന് മരിക്കത്തില്ല സോളമച്ചായ. അയാൾക്ക് ഭാര്യയും കുടുംബവും കൊച്ചുമക്കളും ഒക്കെ ഇല്ലേ? പോരാത്തതിന്
കൈ നിറയെ പൈസയും. പൈസ ഉള്ളവരൊന്നും പെട്ടെന്ന് മരിക്കത്തില്ല. അപ്പൊ പൈസ ഇല്ലാതായ പത്മനാഭൻ മരിക്കുമോ? പത്മനാഭൻ സാർ എന്നാലും മരിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്താൽ മരിക്കും? ലോകത്തെല്ലാവരും മരിക്കുന്നത് ഒരു കാരണം കൊണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പെട്ടുപോയി. അവിടുന്ന് പുറത്തേക്ക് പോകാൻ ഇനി ഒരിക്കലും കഴിയില്ല എന്നറിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് മരിക്കും. നിരാശ എന്നാണ് ആ മരണത്തിൻ്റെ ശാസ്ത്രീയ നാമം. എത്ര അടിച്ചു? 4. എന്തൊരു നാറ്റാണ്. എത്ര അടിച്ചു? മണി നല്ല അടി അടിച്ച്. നിങ്ങളോ? ഞങ്ങളൊരു ഫ്ലോയിലാണ് അടിച്ചത്. അപ്പോൾ 4. നടക്കാനിപ്പോ കഷ്ടിച്ച് പറ്റും. പൊയ്ക്കോളാം, പേടിക്കണ്ട. ആനി, ചോദിച്ചല്ല. എന്നെ പേടിച്ച് അച്ഛൻ ഒരാളെ കൊല്ലുന്നതാണോ അല്ലെങ്കിൽ അയാളോട് നുണ പറയുന്നതാണോ നല്ലത്? പാതിരാക്ക് തലക്കടിച്ച് പണി മനസ്സിലായില്ല. ആരുമില്ലാതെ കിടന്നുറങ്ങാം ഇപ്പൊ. അതായത് നിന്നെ ഞാൻ കൊല്ലുന്നതായിരിക്കോ അല്ലെങ്കിൽ നിന്നോട് നുണ പറയുന്നതായിരിക്കോ നല്ലത്? ഇതേ മനുഷ്യ കുടിച്ചാൽ വയറ്റി കിടക്കണം. അങ്ങനെയുള്ള പഞ്ചാബാൻ പറഞ്ഞവനായിരിക്കില്ല വിമാനം. കൊല്ലാൻ ഇനിയും നോക്കും അവൻ. ചാവാതിരിക്കാൻ ഞാനും. എന്താ സോളമ വെടികൊണ്ട പന്നിയെപ്പോലെ? സാർ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചിലപ്പോൾ എൻ്റെ സംശയമായിരിക്കും. പറയടോ. സാറ്, നാട്ടിൽ ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. CI ഷാഹുൽ ഹമീദാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നത്. ആരാവൻ? സാറിനെ കാണാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആ മനസ്സിലായി. സാറ് പാർട്ടിയിലൊന്ന് വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അവരിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വീട്ടിൽ പോലീസ് വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചേനെ. ഇനി അതിൻ്റെ ആവശ്യമില്ല. സോളമ, ഞാൻ ഈ സിമെൻറ്റ് തറയിൽ എത്ര നാൾ കിടക്കേണ്ടി വരും? കുറഞ്ഞ 2-3 വർഷം സാർ. എന്നാലും നമുക്ക് ആ പൈസ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പൈസ സേഫായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് സാർ. എന്നെ കൊല്ലണം ഇനി അത് ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ. 500 കോടി കട്ടിട്ട് 1-2 കൊല്ലം ജയിലിൽ കിടക്കുന്നതിന് തെറ്റില്ല. പത്മനാഭൻ അത് കണ്ടിട്ട് തന്നെ ആ കക്കാൻ ഇറങ്ങിയത്. ഊണിന് സമയമായി. സമയം തെറ്റിച്ച് കഴിച്ചാൽ പിന്നെ ദഹിക്കാൻ അത് പ്രയാസമാകും.